ഇന്ന് ബദ്രീങ്ങളുടെ ആണ്ടായിട്ട് നമുക്ക് പള്ളിയിൽ നിന്ന് ചോറുണ്ടായിരുന്നു കേട്ടോ. നെയ്ച്ചോറും ബീഫ് കറിയും. അത് നമുക്ക് എല്ലാ പ്രാവശ്യം ബദ്രീങ്ങളുടെ ആണ്ടിന് പള്ളിയിൽ നിന്ന് കിട്ടാറുള്ളതാണ്. ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പള്ളിയിലത്തെ ഈ ചോറും ബീഫ് കറിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ബീഫ് കൂട്ടാത്ത ആളാണ്. ബീഫ് എന്നല്ല, ഞാൻ അങ്ങനെ ഒന്നും കഴിക്കാറില്ല. ഞാൻ ആകെ ചിക്കൻ മാത്രമാണ് കഴിക്കാറുള്ളത്. ബീഫ്, മട്ടൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല. പക്ഷേ പള്ളിയിലത്തെ ഈ ഇറച്ചിക്കറിയും നെയ്ച്ചോറും അതെൻ്റെ ഫേവറേറ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു മണം തന്നെ വല്ലാത്തൊരു മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ വേറെ എവിടെ വെച്ചാലും ഈ ഒരു ടേസ്റ്റൊന്നും കിട്ടാറൊന്നുമില്ല. ഞാൻ ബീഫ് കറി അല്ലാണ്ട് കഴിക്കാറില്ല കേട്ടോ. പള്ളിയിലത്തത് കഴിക്കുന്നല്ലാണ്ട് വേറെ എവിടെ വെച്ചാലും ഞാൻ കഴിക്കാറില്ല. പിന്നെ ഞാനൊരു തട്ടിക്കൂട്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചൊന്നുമില്ല. പുളിയും നമ്മുടെ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ചമ്മന്തി. അത് അതിൻ്റെ കൂടെ ഒരു ടച്ചിങ്സ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് സൈഡിൽ ഉണ്ടാക്കി വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറന്നിട്ട് ഇതായിരുന്നു ഇന്നത്തെ ഫുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിയിലത്തെ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക, അതെന്താണെന്ന് അറിയില്ല അല്ലേ, പള്ളിയിലത്തെ ഈ ചോറിനും ബീഫ് കറിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതായിരുന്നു നോമ്പ് തുറന്നിട്ട് ഞങ്ങൾ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ.